ജോർജ് വണ്ണമുള്ള നല്ലേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ആദ്യം തന്നെ ഒരു സോറി പറഞ്ഞിട്ട് തുടങ്ങുന്നതായിരിക്കും അതിൻ്റെ മര്യാദ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് പ്രോപ്പറായിട്ട് ഇടാനൊന്നും പറ്റുന്നില്ല. ഷോർട്സ് പോലും നേരെ എനിക്ക് ഇടാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാണ്, സീസണാണ്, അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളുമാണ്. പിന്നെ കുറേയൊക്കെ ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊന്നുമില്ല, എല്ലാം ഒരു കുറച്ച് മിനിറ്റുകളിലുള്ള വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ടൈമിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വർക്കിന് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാരി പ്രീ പ്ലേറ്റ് ഒക്കെ ചെയ്തു വെച്ചു, ചായ ഇട്ടു. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ കൂടി പറ്റുന്നില്ല. കുറച്ചുള്ള വീഡിയോസ് മാത്രമാണ് ഉള്ളത്. ഇതും ഒരു ചെറിയൊരു വീഡിയോ ആണ്. രാവിലെ വർക്കുണ്ട്. അപ്പോൾ ഇത് കമ്മലാണ് കേട്ടോ. അമ്മ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച കമ്മലായിരുന്നു. അപ്പോൾ ഇതിന് ഇത്തിരി നീളം കൂടുതലായതുകൊണ്ട് അമ്മ ഒരു മുത്ത് ഇളക്കി തന്നു. അങ്ങനെ അത് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇത്രയും ലോങ് കമ്മലൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. പിന്നെ വെള്ള മുത്തായതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ചേരുമെന്ന് തോന്നി ഞാൻ ഇടുകയാണ് കേട്ടോ. ഇത് ചേട്ടനാണ്. ചേട്ടൻ രാവിലെ വീട്ടിലുണ്ടായിരുന്നു. രാത്രി ഇന്നലെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ വീഡിയോയിൽ വരുന്നത് വലിയ മടിയുള്ള കാര്യമാണ്. പക്ഷേ ഞാനിതൊന്നും വകവയ്ക്കത്തില്ല. ചേട്ടനെ പിടിച്ച് വീഡിയോയിലോട്ട് ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ ചേട്ടൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നതാണ്. മോനോട് നല്ല ഉറക്കമാണ്. മോനോട്ടോട് ഞാൻ പറഞ്ഞായിരുന്നു തലേ ദിവസം രാത്രി ഞാൻ ജോലിക്ക് ആൻറ്റി ഒരുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ, ആൻറ്റി ഒരുക്കാൻ വേണ്ടി പോവുകയാണെന്ന്. അങ്ങനെ മോനോട് നല്ല ഉറക്കമാണ്. മോനോട്ട് സ്കൂളിൽ പോകണം. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. എനിക്കൊരു 7 മണിയൊക്കെ കഴിയുമ്പോഴാണ് അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഇതിപ്പോൾ അമ്മ തയ്ച്ച ടോപ്പാണ് കേട്ടോ. എന്ന് പറയാൻ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. സത്യം പറയാം, ഇതിൻ്റെ നൈറ്റി മെറ്റീരിയലാണ് ഒരു 150 180 ആ ഒരു എമൗണ്ടേ ആയിട്ടുള്ളൂ. നൈറ്റീരിയ മെറ്റീരിയലാണ്. ഇത് നൈറ്റീരിയ മെറ്റീരിയൽ ആണെന്ന് ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലായുള്ളൂ. കാരണം അത്രയ്ക്ക് നല്ല ഒരു മെറ്റീരിയലാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണിത്. ഇതിലെന്താണ് ഞാൻ കുറച്ചും കൂടെ സ്ലിം ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതുകൊണ്ടായിരിക്കും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ എത്തിയിട്ടുണ്ട്, പെട്ടെന്ന് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ തിരക്കിൽ ഞാൻ പെട്ടെന്ന് വണ്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിലാണ് ഇരുന്നത്, മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ. സാധാരണ ഞാൻ ഷോപ്പിൽ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ തലേ ദിവസം എന്തോ കാര്യത്തിൽ ഞാൻ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇത് ഈ പറയും പോലെ സ്കൂട്ടിയിൽ വെച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ടാസ്ക്കാണ്. വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. സ്കൂട്ടി ഓടിക്കാൻ പഠിച്ച സമയത്ത് ഫ്രണ്ടിൽ എന്തെങ്കിലും വെച്ചുകൊണ്ട് പോകാൻ എനിക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ശീലമൊക്കെ ആയതുകൊണ്ട് എന്ത് സാധനവും ഞാൻ ഇപ്പോൾ കൊണ്ടുപോയി കറക്റ്റ് ലൊക്കേഷനിൽ എത്തിക്കും എന്നുള്ളതാണ് സത്യം. അതിന് നേരെ പാർലറിൽ എത്തി. പാർലറിൽ ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ധന്യ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധന്യ രാവിലെ വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് നമ്മൾ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സാരിയാണ് ഫസ്റ്റ് ഡ്രൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സെറ്റ് സാരിയാണ് നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം എടുത്തത് സാരിയാണ് കേട്ടോ. നമ്മൾ സെറ്റ് സാരി വലിയ സീനില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉടുപ്പിക്കാൻ പറ്റും. പിന്നെ അവർക്ക് പോകാനുള്ളൊരു ടൈം ഒരു മണിക്കൂറിനകം പോകണം. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഈ വർക്കുകളൊക്കെ ചെയ്ത് തീർക്കണം. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കസ്റ്റമർ നല്ല രീതിയിൽ കാട് ഇറങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ത്രെഡും കൂടെ ചെയ്യാമെന്ന്. എനിക്ക് ത്രെഡ് നേരെ എടുത്തിട്ട് ഫേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു കുറവുള്ള പോലെ തോന്നും. അപ്പം അതുകൊണ്ടാണ് ത്രെഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം നമുക്കൊരു ഫിനിഷിങ് ഉണ്ടാകത്തില്ല. അതൊന്നാമത്തെ കാര്യം കേട്ടോ. ചെറിയൊരു കുറ്റി രോമമാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു നെഗറ്റീവ് പോലെ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് ക്ലീൻ ചെയ്തു. ഇല്ലാത്ത സമയത്ത് നമുക്കിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഒരുപാട് ടൈം വേസ്റ്റായി പോകും. അതുകൊണ്ട് നമ്മൾ കഴിവതും മേക്കപ്പിന് വരുന്നവരോട് പറയും, അഥവാ ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പൊക്കെയാണ് അവർ ത്രെഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് വളരും എന്നുള്ളതാണ് സത്യം. എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഫംഗ്ഷന് തലേ ദിവസമേ ചെയ്യത്തുള്ളൂ കേട്ടോ. അതാകുമ്പോൾ പിറ്റേ ദിവസം നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ എനിക്ക് 2-3 മാസം കൂടുമ്പോഴൊക്കെ ത്രെഡ് ചെയ്യാനാണ് ഇഷ്ടം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ഗ്രോത്ത് ഉണ്ടാവത്തില്ല. ഈ 1 മാസം 2 പ്രാവശ്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാകത്തില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കാട് പിടിച്ച കണക്ക് വളർന്നിരിക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തിക്കായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പം പിന്നെ എനിക്ക് 2 മാസത്തിലൊന്നും അല്ല, ഞാൻ ആഴ്ച തോറും അങ്ങ് എടുക്കും. കാരണം വീഡിയോസൊക്കെ ചെയ്യണത് കൊണ്ട് കുറ്റിയായിട്ട് ത്രെഡ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടും കാര്യങ്ങളും ആയിരിക്കും കേട്ടോ. പിന്നെ കസ്റ്റമർ പറയുന്നുണ്ട് വീതി കുറയ്ക്കല്ലേ എന്ന്. നമ്മൾ വീതി കുറയ്ക്കാതെ നല്ല കട്ടിക്ക് തന്നെയാണ് എടുക്കുന്നത്. എന്നാലും കസ്റ്റമറിൻ്റെ ഒരു ടെൻഷൻ കാരണം പറയുന്നതാണ്. പിന്നെ കസ്റ്റമർ എടുത്ത് പറയുന്നുണ്ടായിരുന്നു മേക്കപ്പ് ഇട്ടു എന്നറിയാൻ പാടില്ല എന്ന്. അത്രയ്ക്ക് ലൈറ്റായിട്ടുള്ള മേക്കപ്പേ കൊടുക്കാൻ പാടുള്ളൂ എന്ന്. അപ്പം ഞാനിപ്പോൾ അല്ലെങ്കിൽ സ്കിൻ ടോൺ മേക്കപ്പാണ് എടുക്കുന്നത്. നല്ല രീതിയിൽ നമ്മൾ സ്കിന്ന് ചേരാത്ത രീതിയിലുള്ള സ്കിൻ്റെ ഫെയർ ആയിട്ടുള്ള കളർ അടിക്കുമ്പോഴാണ് നമുക്ക് സ്കിന്ന് ഭയങ്കരമായിട്ട് അങ്ങ് പുട്ടിയടിച്ച് എനിക്ക് തോന്നുന്നത്. പണ്ടുള്ളവർ കളിയാക്കുന്നത് അങ്ങനെയാണ്.
വേണമല്ലോ. അത് കഴിഞ്ഞിട്ട് ആ കസ്റ്റമറൊക്കെ റെഡിയായി. അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കാറ്. നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കൊന്നുമില്ല. അവർ പറയും നമ്മൾ അതേപോലെ ചെയ്യും കേട്ടോ. അപ്പോൾ ചിലർക്ക് ലൈറ്റായിട്ടുള്ള മേക്കപ്പ് മതി, കറക്റ്റ് ലൈറ്റിനും താഴെ നിന്നാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. ഹെയർ ഇങ്ങനെ വേണമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത് നമ്മൾ ഹാപ്പി, അവർ ഹാപ്പി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരിടത്ത് പോകണം. ഇന്ന് 2 വർക്കുകളാണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറയും പോലെ സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്യണം. കാരണം ഒരേ ടൈമിൽ 2 വർക്ക് വരെയാണ്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്താണ് നമുക്ക് വർക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ സാധനങ്ങളൊക്കെ കറക്റ്റ് നമ്മൾ പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം അധികം എടുത്തു, കാരണം ഇത് അത്രയും പറക്കി 2 ബാഗിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ നേരെ വീട്ടിലോട്ട് വന്നു. ധന്യ പറഞ്ഞു, എടി വെളിയിൽ നിന്ന് കാപ്പി കുടിക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടടി, വീട്ടിൽ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അമ്മ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മോനിട്ട് സ്കൂളിൽ പോയി. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി കാപ്പിയൊക്കെ കുടിച്ചൊരു മുട്ടായി തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ മധുരം കഴിക്കണമെന്നൊരു നിർബന്ധമാണ്. അങ്ങനെ മുട്ടായിയൊക്കെ കഴിച്ചതിന് ശേഷം നേരെ പാർലറിലോട്ട് പോയി. അങ്ങനെ ഞാൻ നേരെ പാർലറിലെത്തി. അപ്പോൾ എനിക്കൊരു വർക്കുണ്ട്, ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ സർവീസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കടയിൽ വരാതിരിക്കാനൊന്നും പറ്റത്തില്ല. സത്യം പറയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ഓടി നിന്ന് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വീക്കാണ് ബോഡി. നമ്മളെ മൈൻഡും വീക്കാണ്. നമ്മൾ ഈ ഓടണതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ മൈൻഡും കൂടെ അതിൻ്റെ കൂടെ ഓടണം എന്നുള്ളതാണ് സത്യം. ഇതിപ്പോൾ എടുത്തിട്ട് കുറച്ച് ദിവസമായി, എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഞാൻ ടയേർഡ് തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് നമ്മൾക്ക് വെളിയിലുള്ള വർക്കിൻ്റെ കാര്യങ്ങൾ കാണും, പിന്നെ അതേപോലെ തന്നെ പാർലറിലെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, അതല്ലാതെ നമുക്കല്ലാതെ ഉണ്ടാകുന്ന പേഴ്സണൽ ഇഷ്യൂസ്, അതെല്ലാം മാനേജ് ചെയ്ത് പോകുക എന്നുള്ളത് ചെറിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണത്തിനിടയിൽ എനിക്ക് നേരെ ചൊവ്വേ ഒന്ന് ഒരിടത്തിരിക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് വരുന്നത്. അതുകൂടാതെ തന്നെ നല്ല കാലം വരുമ്പോൾ ഒരുമിച്ച് വരുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എന്തായാലും മോശക്കാലം വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒരുമിച്ചാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഇനി നമുക്കുള്ളത് 2 സാരി ഡ്രേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പെട്ടെന്ന് വന്നൊരു വർക്കാണ്. അപ്പോൾ ഒരു ബ്രൈഡലിൻ്റെ 2 സാരിയാണ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ മണ്ഡപത്തിലെത്തി. അപ്പോൾ അപ്പോഴവിടെ ബ്രൈഡ് ഫോട്ടോസൊക്കെ എടുക്കുന്നതേ ഉള്ളായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ പോയി ബ്രൈഡിനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ആദ്യം മാറാനുള്ളത് ഒരു നേരിയ സാരിയാണ്. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ ആ സമയത്ത് എടുക്കുന്ന സാരി അല്ലെങ്കിൽ ഉടുക്കുന്ന സാരി ഇതാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് എൻ്റെ കല്യാണത്തിന് ഇങ്ങനെ തന്നെയായിരുന്നു 3 സാരി ഉണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചൊരു സാരി, പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന്, ഏട്ടൻ്റെ വീട്ടിൽ നിന്നുള്ള 2 സാരി കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാരിയൊക്കെ മാറ്റിയതിന് ശേഷം അവിടെ ഇരുന്നു. കാരണം കുറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടത്തിലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇനി അടുത്ത ഓട്ടത്തിലാണ്. ഇവിടെ നിന്ന് ഒരു സാരി കൂടെ മാറ്റിയതിന് ശേഷം അടുത്തൊരു സ്ഥലത്തോട്ട് പോകണം. അപ്പോൾ എനിക്കും അവൾക്കും വേറെ സെപ്പറേറ്റ് വർക്കാണ് ഉള്ളത്. 2 ഇടങ്ങളിലാണ് പോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ആക്കിയത്. നമ്മളെല്ലാം ഒരുമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ 2ാമത്തെ സാരി എല്ലാം ഹറിബറി ആയിരുന്നു കേട്ടോ. 2ാമത്തെ സാരി പെട്ടെന്ന് തന്നെ മാറ്റി തരണേ ചേച്ചി എന്ന് പറയുകൊണ്ട് ഓടിക്കൊണ്ട് വന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇതിൻ്റെ ഇടയിൽ എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. കാരണം നമ്മൾ ഓട്ടത്തിനിടയിൽ സത്യം പറയാൻ മറന്നു പോകും. ആ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ ടാസ്ക്. അങ്ങനെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഇടത്തോട്ട് വന്നു, റിസപ്ഷൻ ഏരിയ വർക്കുള്ള ഒരിടത്തോട്ട് വന്നു. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കുന്നതേ ഉള്ളൂ. ഞാൻ വാലിൽ തീ പിടിച്ച കണക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫോട്ടോ എടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ പറയും ഞങ്ങൾക്ക് റെഡിയാകാനുള്ള സമയം വളരെ കുറവായിരിക്കും, പെട്ടെന്ന് തന്നെ ബ്രൈഡിനെ തരണേന്ന് പറയും. പക്ഷേ അവർ സമ്മതിച്ചില്ല. കുറച്ച് നേരം കൂടെ അവിടെ നിർത്തിയിട്ടാണ് തന്നത് കേട്ടോ. നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറുമല്ലോ, വീട്ടിൽ കയറി അത് കഴിഞ്ഞതിന് ശേഷമുള്ള റിസപ്ഷൻ വരും. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം 2:30 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴും ബ്രൈഡിനെ കിട്ടുമോ? അതില്ല, പിന്നെയും സമയം എടുക്കും കേട്ടോ. ചടങ്ങെല്ലാം കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് നമുക്ക് പിന്നെ കിട്ടുന്നത്. അപ്പോൾ ഒരു 3 മണി കഴിഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ആ ഉള്ള ഡ്രസ്സും മാറ്റി, ഈ പറയും പോലെ ഫേസിലെ മേക്കപ്പും മാറ്റി, ഹെയറും മാറ്റി, ഓർണമെൻറ്റ്സ് എല്ലാം മാറ്റി വരണ്ടേ. അത് കഴിഞ്ഞ് വേറൊരു ലുക്കിലോട്ട് നമ്മൾ ആക്കി കൊടുക്കണം. നമ്മൾ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. പിന്നെ ഇപ്പോൾ ചെയ്ത് ഏതാണ്ട് സമയം നമുക്ക് കറക്റ്റ് ഏകദേശം ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ബ്രൈഡ് റെഡി ആയിട്ടുണ്ട്. വേറൊരു ലുക്കിൽ കംപ്ലീറ്റ് ഒന്ന് മാറ്റുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അത് കഴിഞ്ഞ് നേരെ വന്നത് പാർലറിലാണ്. അപ്പോൾ പാർലറിൽ നിന്ന് എനിക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഗംഗ അവിടെ ഉണ്ടോ? അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നടന്നില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഷോപ്പിലോട്ട് വന്നു. ഷോപ്പിൽ വന്ന് കുറച്ച് സർവീസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ടാണ് പോയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ മുതൽ നിൽക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് എനിക്ക് ഡിസ്കിനും ഈ പറയും പോലെ കാലിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് 3 മണിക്കൂർ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിതൊന്ന് തളരും കേട്ടോ. ഞാനും നല്ല രീതിയിൽ വൈകുന്നേരം ആയപ്പോൾ തളർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രോഹിണി ഉണ്ടായിരുന്നു, ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട് രോഹിണി ഉണ്ടായിരുന്നു. രോഹിണി ഇന്ന് ഇറങ്ങാൻ ഇത്തിരി ലേറ്റായി. സാധാരണ രോഹിണി കുറച്ചും കൂടി നേരത്തെയാണ് ഇറങ്ങുന്നത്. പിന്നെ ഇത്തിരി ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ പിന്നെ സർവീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ഇറങ്ങാൻ വേണ്ടി നിന്നു. ഇനിയിപ്പോൾ കസ്റ്റമേഴ്സൊന്നും അങ്ങനെ വരത്തില്ല, നമ്മളെ കോൺടാക്ട് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സാണ് ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെ പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്താലും എനിക്ക് ടെൻഷനാണ്, എന്തെങ്കിലുമൊക്കെ ഞാൻ ഓഫ് ചെയ്യാൻ ഇനിയും ഉണ്ടോ എന്ന് വിചാരിച്ച് കയറി വീണ്ടും നോക്കും കേട്ടോ. ഞാൻ വീട്ടിൽ വിളിച്ച സമയത്ത് ഫുഡൊന്നും രാത്രിയത്തേക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടതെന്ന്. കാരണം ഞാനിപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ കയറൂലെങ്കിൽ കൂടി അമ്മ ഇപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അതെനിക്കൊരു വിഷമമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിന്നിപ്പോൾ ഒന്നിനും വയ്യ, ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബെറോട്ടയൊന്നും അങ്ങനെ കഴിക്കാറില്ല, മാസത്തിൽ ഈ പറയുമ്പോൾ ഒരു തവണയൊക്കെ കഴിച്ചാൽ അത്രേ തന്നെ കേട്ടോ. ബെറോട്ടയും വാങ്ങിച്ച് വീട്ടിൽ ചെന്നപ്പോൾ മോനോട്ടിന് ബിരിയാണി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ ബിരിയാണി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഓർക്കാതെ അമ്മ ബിരിയാണിയിൽ കടു പൊട്ടിച്ചതാണ്. സംഗതി എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. മായാവിയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഭയങ്കര ചിരിയായിരുന്നു. അമ്മ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മോനോട്ടിന് ആഹാരമൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ അപ്പോഴേ പോയി കിടന്നു കേട്ടോ. അവനും ഞാനും കൂടെ പിന്നെ കൂർക്കം വലിച്ചുള്ള ഉറക്കമായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.